അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് നാടൻ പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിനോദം കുറേ ദിവസമായി എന്നോട് പറയണു പൂള വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടാന്ന്. അപ്പോൾ എന്താ ഉണ്ടാക്കണേ അറിയോ? പൂളയും ചിക്കൻ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഞങ്ങൾ ഉണ്ടാക്കി തരാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഉണ്ടാക്കാൻ പോവാണ്, കണ്ടോളി. അപ്പോൾ അത് നമുക്ക് പൂളേൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി വെക്കാം കേട്ടോ. ഈ പൂള എന്ന് പറഞ്ഞാലേ നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ കൂടുതൽ എല്ലാവർക്കും അറിയും. പക്ഷേ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇതൊരു മോശപ്പെട്ട വാക്കാണ് പൂള. പക്ഷേ എല്ലാവർക്കും അറിയാം അവിടെ പൂള എന്ന് പറയാന്ന്. പക്ഷെ നമ്മളിപ്പോൾ ഇത് ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിച്ച അങ്ങനെയല്ലേ, നമുക്ക് ഇപ്പോൾ മാറ്റാനൊന്നും കഴിയൊന്നുമില്ല. പിന്നെ ഇപ്പം എന്താ ദുൽഖറിൻ്റെ സിനിമയിൽ കേട്ടില്ല നിങ്ങൾ? ഡിങ്കി ഡിങ്കാലേറ പാട്ടിലുണ്ട്, ദുൽഖർ വരെ പറയുന്നുണ്ട് പൂളാന്ന്. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അല്ല മോശമാണെന്നല്ല പറഞ്ഞേ, മലപ്പുറം ഭാഗത്തേക്കൊക്കെ പൂള തന്നെ പറയാം. എന്നാലും എല്ലാവർക്കും അറിയാം. അതെ, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. അതിന് കപ്പ എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, കൊള്ളി എന്ന് പറയും, പിന്നെ മരക്കിഴങ്ങ് എന്നും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളതിന് പൂളാന്ന് തന്നെയാണ് പറയുക. അത് പെട്ടെന്ന് ഇപ്പം മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നല്ല പോലെ കഴുകി എടുക്കാം. പൂള നമുക്ക് കറച്ചിക്കല്ലേ, നമുക്ക് പുഴുങ്ങിയെടുക്കാനാണ്. അപ്പം എത്ര വലുപ്പത്തിൽ നമുക്ക് അരിയാം. അപ്പോൾ ആ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ ഇനി ഇത് പുഴുങ്ങട്ടോ. അപ്പോൾ നമ്മളിതാ പൂള പുഴുങ്ങാനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് തിളപ്പിച്ച് വിട്ടണം. അതായത് ഈ പൂളയ്ക്ക് കട്ടൊക്കെ ഉണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ടാണ്. മതി കേട്ടോ, മതി. ഗ്യാസ് ശ്രദ്ധിക്കല്ലേ? ഗ്യാസ് ശ്രദ്ധിക്കാം. വെക്കല്ലേ? എൻ്റെ കൂടെ അടുക്കളയിൽ അങ്ങനെയൊന്നും സഹായിച്ചു തരലില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ സഹായിച്ചു. ഉപ്പ് ലേശം ഇത്തിരി ഉപ്പിടണം, ഇത്തിരി ഇട്ടാൽ മതി. വർത്താനം പറഞ്ഞത് മറന്നു. ആ ഇട്ടോളി മതി. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് തിളയ്ക്കാൻ കുറച്ച് സമയം വേണ്ടേ? അപ്പോഴേക്കും നമ്മൾ ഇനി ചിക്കനൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ്. പച്ചക്കറിയൊന്നുമില്ല, ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ അടുക്കള കയറാൻ തളാത്. ഉള്ളിയും പച്ചമുളകല്ലേ? ആ ഉള്ളിയും പച്ചമുളക് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. നമുക്ക് ഉള്ളി അരിയാ, ഉള്ളി അരിയാ ചെറുതാക്കി അരിഞ്ഞാൽ മതി അല്ലേ? നൈസായിട്ട് അരിഞ്ഞോളൂ. അപ്പോൾ വിനാടിനത് അരിഞ്ഞ് തീർക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചതച്ച് കൊണ്ടുവരാനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, ഈ 3 സാധനങ്ങളും കൂടിയിട്ട് നല്ലപോലെ ചതച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എത്രയാണ് പൂള എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. 1.5 കിലോനാണ്. ചിക്കൻ എത്ര വാങ്ങി? 2 കിലോനാണ് വാങ്ങിയത്. 2 കിലോ കോഴിയാ? 2 കിലോ കോഴി വാങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള ചിക്കൻ ഉണ്ടാവും. അപ്പം 3 ഉള്ളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തക്കാളി അരിയായിക്കുന്നുണ്ട്. അപ്പോൾ അതാ ചതച്ച സംഭവങ്ങൾ. അപ്പോൾ ഇത് തിളക്കിയുടെ സൗണ്ടൊക്കെ ഉണ്ട്, നമുക്ക് തുറന്നു നോക്കട്ടോ. ഇനി നമുക്ക് ഇത്തെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം. അപ്പോൾ അതാ കട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലപോലെ പോയില്ലേ. അപ്പോൾ അത് നല്ലോണം വെന്തില്ല. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കൂടി, നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഒരു ഇത്തിരിയും കൂടി ഉപ്പ് വേണ്ടി വരും. അതും കൂടി ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വേവിക്കുക. വെന്ത ഉടയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിടാൻ ഉണ്ട്. ഇനി ലേശം വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾ എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ടാ. മഞ്ഞ് ഇത് ശരിക്കും എന്തില്ലല്ലോ, ഒന്ന് തിളച്ചിട്ടല്ലേ ഉള്ളൂ, ഒന്നും കൂടി വേവിക്കണം. അപ്പം അടുപ്പത്ത് വെക്കാം. ഇനി കൂടുതൽ നേരം വേവണ്ട കേട്ടോ, കാരണം ഒന്നിങ്ങോട്ട് തിളച്ചതാണ്. അപ്പം ഇനി അതിനത്ര വേവൊന്നും വേണ്ട, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാം. തുറന്നു നോക്കല്ലേ? തുറന്നു നോക്കാം. അത്ര മതി. ഇനി നമ്മൾ ചിക്കനിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വേവുമല്ലോ. അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കുക, നമുക്ക് വാങ്ങി വയ്ക്കുക. വെന്തിട്ടുണ്ടാവില്ലോ അപ്പോൾ? ഏകദേശം വെന്തുണ്ട്. ഇനി നമ്മൾ ചിക്കനിലും കൂടി ഒന്ന് കടന്നു പോവുമല്ലോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്തേക്കാൻ പോകണേ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിക്ക് ആദ്യം ഇടുന്ന സാധനങ്ങളാണിത്. ബിരിയാണിയിലും നെയ്ച്ചോറിനൊക്കെ ഇടുന്ന ഇല, പട്ട, ഗ്രാമ്പു, ഏലക്കായ. അപ്പോൾ അതിടുകയാണേ. കൂടെ തന്നെ 2 പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിട്ടാ. ഇനി നമ്മൾ കറിവേപ്പില ഇടാം കേട്ടോ.
ഇനി ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇടാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഞാൻ ആ ബിരിയാണിത്തെ ഇല കണ്ടിട്ടേ ഏതൊരു ഉണങ്ങിയ ഇലയിൽ വന്ന് വീണേ. കാറ്റടിച്ച് പാറി വന്ന് വിചാരിച്ചോ. അത് ഏകദേശം വാടി വന്നില്ലേ? നമുക്ക് ഇനി വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇളക്കണ്ട. എന്തായാലും നിന്നെ സഹായിച്ചു തരാനായിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ. ലീവാക്കി ഇന്ന് ഇവിടെ നിൽക്കണേ. ആ ഉപ്പിടാം. പിന്നെ പാചകം പഠിപ്പിച്ചു തരാണേ. കുറച്ച് ഉപ്പിട്ടാ. ചിക്കൻ കറി വെക്കാൻ എന്തായാലും വിനാടിനെ അറിയും കേട്ടോ. കറികളിൽ ഉപ്പ് കുറച്ച് ഇടാം നമുക്ക്. കറികളിൽ ആകപ്പാടെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കറിയാണ് ചിക്കൻ കറി. അല്ല അത് മതി. പിന്നെ അതാണ് ഏറ്റവും ഇഷ്ടം ചിക്കൻ കറി. ഉള്ളി ഇതാ ഏകദേശം വാടിയിട്ടുണ്ട്. അടി പിടിച്ചോ? ഇല്ലല്ലേ? തക്കാളി ചേർക്കുമ്പോൾ ശരിയാവും. തക്കാളി ഇട്ടോളി ഫുള്ളിട്ടോളി. തക്കാളി ഇതാ ഏകദേശമൊക്കെ വാടി വന്നു. മസാലപ്പൊടികൾ ചേർക്കുകയാണ്. ആദ്യം തന്നെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണേ. ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അവസാനമായിട്ട് നമ്മൾ ചിക്കൻ മസാലയും കൂടി ചേർക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യല്ലേ? നമ്മൾ നേരത്തെ ചതച്ച് വെച്ച മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒഴിക്കുകയാണേ. ആ മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ കേട്ടോ. അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഈ ചിക്കന് അയക്കിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊന്നും അല്ല കേട്ടോ, പറ്റ ചെറുതല്ല, ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ്. നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിക്കനിൽ വെള്ളം ഉണ്ടാവും, ഇത്തിരി മതി. ചൂടുണ്ടോ? ഇല്ല, ഉപ്പ് ഇല്ല, കുറച്ച് ഉപ്പിടണം. അപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ച കപ്പയിൽ ഉപ്പുണ്ട് കേട്ടോ, അപ്പം അതിനനുസരിച്ച് ഇടാം. ഇതിൽ തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെ. അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ. ഇനി ഇതിക്ക് നമുക്ക് ഇത്തിരി തേങ്ങ അരച്ച് വയ്ക്കണം. തേങ്ങ എന്ന് പറയുമ്പോൾ വിനാടിന് വലിയൊരു താല്പര്യക്കുറവാണ്. തേങ്ങ അരച്ച കറികളൊന്നും ഇഷ്ടമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു തേങ്ങയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് ചേർക്കാൻ പോണേ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി ചേർത്താലാണ് ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ. ഇതിക്ക് നമ്മൾ എന്താ ചേർക്കാൻ പോണേ വെച്ചാൽ ഇതാ ഈ സംഭവം, ഇതാണ് വെളുത്ത കസ്കസ് കേട്ടോ. അതാണ് നമ്മൾ ചേർക്കാൻ പോണത്. അതാ ഞാൻ ഈ കയ്യിലെടുത്തില്ലേ, ഇത്രയും അളവ് മതി ഒരു മുറി തേങ്ങയ്ക്ക്. അപ്പോൾ അതിട്ട് കൊടുക്കണേ. ഇനി അതിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കാം. ഇതൊരു 8-10 അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, കാരണം ചിന്നു അവിടെ വന്ന് എടുക്കണത് ഞാൻ കണ്ടിരുന്നു. ഇനി ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ല പോലെ അരച്ച് കൊണ്ടുവരിക. അപ്പോൾ അത് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം, ചിക്കനും തുറന്നു നോക്കാം എങ്ങനെയുണ്ട് ഒന്ന് ഇളക്കാണ്ടേ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി അടച്ചു വയ്ക്കാം, ഒന്നുകൂടെ ആയിക്കോട്ടെ. അപ്പോൾ ആ തേങ്ങയൊക്കെ നമ്മൾ നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചിക്കൻ വെന്തതിന് ശേഷമാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതുവരെ ഇത് ഇവിടെ നിന്നോട്ടെ. എന്നിട്ടാ ഞാൻ തേങ്ങ അരയ്ക്കാൻ പോയ നേരത്തെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേന്നോ? നല്ല ഇളക്കിയില്ലേ? ഇളക്കലാണ് ചിക്കൻ്റെ ടേസ്റ്റ് കൂടുതലേ. ഇളക്കല്ലേ അറിഞ്ഞില്ലേ? ഇളക്കിയില്ല എന്നുണ്ടെങ്കിലേ ചിക്കൻ്റെ ഇളക്കലാണ്. അവിടെ ചൂടുണ്ടാവും, ഞാൻ പിടിച്ചുതരാം. ചിക്കൻ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി വെന്തോട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പൊഴിക്കാം. നമ്മളെ ചിക്കൻ ഏകദേശം വെന്തുണ്ടാവില്ല കേട്ടോ. കുറേ സമയമായില്ലേ? വന്നിട്ടുണ്ടല്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കല്ലേ? ഇതാ അരപ്പൊഴിച്ച് കൊടുക്കണേ. ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇപ്പൊ തന്നെ പൂളയും
അതൊന്നും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൂളാക്കി കിട്ടാനോ വീണില്ല കേട്ടാ. നല്ല പോലെ മിക്സ് ചെയ്യാം. ഈ പൂളേൻ്റെ മുകളിൽ കൂടെ നമ്മളെ ഈ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കൊടുത്തിട്ടേ തന്നെ ഇങ്ങനെ കഴിക്കാൻ തന്നില്ല കേട്ടാ. നോക്കല്ലേ എന്താ കണ്ടിട്ടാണ് വയറുള്ള പറഞ്ഞു. കുറേ ദിവസത്തെ ആഗ്രഹമാണ് പൂളയും ചിക്കനും ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ തേങ്ങേൻ്റെ അരപ്പും ആ ചിക്കൻ്റെ ഗ്രേവിയും പൂളയും ഒക്കെ പാടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ആവട്ടെ. അത് 2-3 മിനിറ്റ് വരെ ഒന്ന് ഇങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യട്ടെ. അതിന് ഇത് 2-3 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യണം. തന്നെ മസാലയിൽ നിന്ന് വാസന വന്നിട്ടേ അല്ല അതൊക്കെ പാടെ ഒന്നും കൂടി ചേരുമ്പോഴേ അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് 2-3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നത്. ഇതൊരു ക്ഷമ, എൻ്റെ ക്ഷമ പരീക്ഷിക്കരുതേ. ഇപ്പം നമ്മളെ പൂളയും ചിക്കനും ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ റെഡിയായ ചിക്കനും പൂളയും ഇതാ ഞാൻ ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരയിലേക്ക് വിളമ്പാൻ പോവുകയാണേ. അയ്യവാ പൊളി. അപ്പോൾ ഈ അടിപൊളി സംഭവം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അമ്മ എന്താ കണ്ടു തന്നണേ? അടിപൊളി അടിപൊളി ചിക്കനും പൊളിയും വെറൈറ്റി ഉണ്ട്. അതെ അതെ നമുക്ക് അഭിപ്രായം പറയണ്ടേ. അച്ഛൻ അമ്മയോട് ചിക്കനും പുളരെ സൂപ്പറല്ലേ ചിക്കനും അപ്പഴല്ലേ ടേസ്റ്റ് വരിക. മനോ കഴിക്കണ്ടേ? വാങ്ങി തരാൻ വേണമെങ്കിൽ കഷ്ണം ഒരു പൂളേൻ്റെ പീസ് കൊടുക്കുക, ഒരു ചിക്കൻ്റെ പീസ് കൊടുക്കുക. പുളിയൊക്കെ നല്ല വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോ പൂള വേവിച്ചിട്ട് അയക്കിട്ടതാ. അതൊക്കെ വീഡിയോ വരും. അബദ്ധത്തിൽ ചോദിച്ചു പോയി. ചിക്കനൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മേ ടെസ് കുട്ടിയെ ഇപ്പൊ തരാം കേട്ടോ കുഞ്ഞെ, ഇപ്പൊ തരാം. രസം നമ്മളെ കാട്ടിലും മുന്നേ ചോദിക്കണ്ടേ. ഉപ്പൊക്കെ എരിവൊക്കെ പാകല്ലേ എനിക്ക്? ചൂടുണ്ട്. അടിപൊളിയാണ്. ആ തേങ്ങ ഇട്ടൊന്നും ഇതിൽ അങ്ങനെ അറിയണില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇഷ്ടമില്ലല്ലോ തേങ്ങ ഇടണേ. എന്താ അടിപൊളിയോ? താങ്ക് യു. ഈ ഉള്ളീൻ്റെ കഷ്ണമൊക്കെ കുട്ടി കഴിക്കണം കിച്ചോ? ഉള്ളി ഇഷ്ടമല്ലോ? അപ്പോൾ നിങ്ങളെ കഴിച്ചോളിട്ടോ. അപ്പം ഞാൻ പറയാനുള്ളത് ഞാൻ പറയട്ടെ. ആയിക്കോട്ടെ. എന്നെ പറയാൻ സമ്മതിക്കോ? അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു അടിപൊളി ഐറ്റം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. കൂടുതൽ ചിലവൊന്നുമില്ല, പൂളയാണ് എല്ലാവർക്കും കിട്ടും. പിന്നെ അധികം വിലയൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ കൂടുതൽ ഐറ്റംസുകളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാത്തരം ആൾക്കാർക്കും ഉണ്ടാക്കിയാൽ നോക്കാൻ പറ്റിയ അടിപൊളി ഒരു വിഭവം തന്നെയാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്താ പറയുക വെച്ചാൽ ഇത് കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഉണ്ടാക്കട്ടെ. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി നിങ്ങൾ തൊട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ നമ്മൾ ടെസ്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പൂളയും ഒരു ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൂക്ക് കൊണ്ടേ കൊടുക്കും. നിങ്ങൾ കഴിച്ചോളി കേട്ടോ. അമ്മ കഴിച്ചോളിയേ. ടെസാ, ടെസ് കുട്ടിക്ക് വേണോ? ടെസാ, അമ്മ 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 അവിടെ നിൽക്ക്. അമ്മച്ചി എന്തൊരു ആക്രാന്തം കാട്ടില്ല. അവിടെ നിൽക്ക്. ടെസ്സിൻ്റെ കൈയും കൂടി കടിച്ചുകൊണ്ടോ അല്ലേ?
അതാ കൊണ്ടുപോയി. ആ പാത്രത്തിലൊന്ന് വെച്ചു കൊടുക്കാൻ സമയം കിട്ടിയില്ല. അത്ര ഇഷ്ടപ്പെട്ടു അവിടെ വെച്ച് കഴിച്ചു.